ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കാൻ അടുത്തിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും ആരംഭിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഘട്ടങ്ങളിലേക്കായിരിക്കും നീങ്ങുക എന്നും അന്താരാഷ്ട്ര തലങ്ങളിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫോക്സ് ന്യൂസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും വളരെ തൊട്ടടുത്ത സമയത്ത് തന്നെ ഇറാനെതിരെ അറ്റാക്ക് ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. 2500-ലധികം മെറീൻ കോർപ്സുകളെയാണ് ഇപ്പോൾ അമേരിക്ക അവരുടെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറായ ബോക്സറിലൂടെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ ഒരു വിമാനവാഹിനി കപ്പൽ കൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കുന്നു, ഏകദേശം 6500 ടൺ ആയുധങ്ങളാണ് 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇസ്രയേലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ രൂപത്തിലുള്ള യുദ്ധത്തിന്റെ ഡെവലപ്മെന്റുകൾ, യുദ്ധം അടുത്തെത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നതിന്റെ വാർത്തകൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഗുരുതരമായ പ്രസ്താവനകൾ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അടച്ചിട്ട റൂമുകളിൽ അമേരിക്കയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്നാൽ ഈ ചർച്ചകൾക്ക് പിന്നിൽ ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു. അത് കൂടുതൽ സമയങ്ങൾ കാത്തിരിക്കാനില്ല, വളരെ അടുത്ത് തന്നെ ഈ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു എന്ന സൂചനയാണ് പല തലങ്ങളിൽ നിന്നായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറാൻ സ്വാഭാവികമായും UAE കടുത്ത പ്രഹരമേൽപ്പിക്കുമെന്നതിൽ സംശയമില്ല. വലിയ രൂപത്തിലുള്ള ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു രാഷ്ട്രമായിരിക്കും. കഴിഞ്ഞ യുദ്ധത്തിലും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ അതിലപ്പുറം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നുപോകും. മാത്രമല്ല, ഇറാന്റെ ഏതെങ്കിലും തലപ്പത്ത് നിൽക്കുന്ന ആളുകളെ കൊല്ലാൻ അമേരിക്കയോ ഇസ്രയേലോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ UAE അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറാനിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മറകൾക്ക് പിന്നിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇനിയും ഒരു വലിയ യുദ്ധം താങ്ങാൻ ലോകത്തിന് കഴിയില്ല എന്നത് വസ്തുതയാണ്. ഇപ്പോൾ തന്നെ എണ്ണയ്ക്ക് വില വർദ്ധിക്കുന്നു. അതോടൊപ്പം ഗ്യാസിന് വില കുതിച്ചുയരുന്നു. ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. പല ഫാക്ടറികളും നിർജീവമായി കഴിഞ്ഞു. ലോകം മുഴുവൻ സ്തംഭിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.